ആണ് കോൺടെക്സ്റ്റ് ഹുക്ക്. നമ്മൾ ഏതൊക്കെ ഹുക്സാ പഠിച്ചത്? നിങ്ങൾ ചാറ്റിൽ ടൈപ്പ് ചെയ്യട്ടെ. നമ്മൾ ഏതൊക്കെ ഹുക്സ് ആയിരുന്നു പഠിച്ചത്? ഏതൊക്കെ ഹുക്സ് നമ്മൾ പഠിച്ചത്? ഓക്കെ, യൂസ് റെഫ്, യൂസ് സ്റ്റേറ്റ്, യൂസ് പാരാംസ്. ഓക്കെ, അത് യൂസ് പാരാംസ് ഹുക്ക് അല്ലടാ. യൂസ് റെഫ് ഹുക്കാണ്, യൂസ് സ്റ്റേറ്റ് ഹുക്കാണ്, യൂസ് എഫക്ട് ഹുക്കാണ്. യൂസ് പാരാംസ് എന്ന് പറഞ്ഞ ഹുക്കല്ല, അതിനകത്ത് യൂസ് ഉണ്ടെന്നേ ഉള്ളൂ. അത് നമ്മൾ റിയാക്ട് റൗട്ടർ ഡോമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. യൂസ് റെഫും യൂസ് സ്റ്റേറ്റും യൂസ് എഫക്റ്റും ഒക്കെ നമ്മൾ റിയാക്ട് ഇമ്പോർട്ട് ചെയ്തത്. അതാണ് അത് ഹുക്കായി മാറിയത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഹുക്കാണ് യൂസ് കോൺടെക്സ്റ്റ് എന്ന് പറയുന്ന ഹുക്ക്. ഇതെന്താ നോക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത് വായിച്ച് നോക്കിയത് ആദ്യമേ. In many cases, passing probes can be an effective way to share data between different parts of your application. But passing probes down a chain of multiple components to reach a specific component can make your code overly cumbersome. Okay. അതായത് പറഞ്ഞിരുന്നത് വെച്ചാൽ നമുക്ക് ഒരു കമ്പോണ്ടിൽ നിന്ന് മറ്റൊരു കമ്പോണ്ടിലേക്ക് ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് പ്രോപ്സ്, അല്ലേ? പേരന്റിൽ നിന്ന് ചൈൽഡിലേക്ക്, പിന്നെ അവിടെ അതിന്റെ ചൈൽഡിലേക്ക്, പിന്നെ അതിന്റെ ചൈൽഡിലേക്ക് നമുക്ക് പ്രോപ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഒരു കമ്പോണ്ടിൽ നിന്ന് മറ്റൊരു കമ്പോണ്ടിലേക്ക് ഡാറ്റ പാസ് ചെയ്യാം, അല്ലെങ്കിൽ വാല്യൂ പാസ് ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രോപ്സ് ഉപയോഗിച്ച് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പേരന്റിൽ നിന്ന് ഒരു ചൈൽഡിലേക്കാണ് ഡാറ്റ പാസ് ചെയ്യാം, ഇല്ലേ? അല്ലാതെ നമുക്കിപ്പം ഒരു പേരന്റിൽ ഒരു ചൈൽഡിലേക്ക് മാത്രമേ നമുക്ക് പ്രോപ്സ് ഉപയോഗിച്ച് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇപ്പം ഞാൻ ഈ പറയുന്നതിന്റെ എക്സാമ്പിൾ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയണം ഡാറ്റ എങ്ങനെ പാസ് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, npm create write atlet. അപ്പം പേര് കൊടുത്താണ് കോൺടെക്സ്റ്റ് റിയാക്ട് ജാവാസ്ക്രിപ്റ്റ്. നമ്മുടെ ഫോൾഡർ ക്രിയേറ്റിവിറ്റി നമ്മൾ ഓപ്പൺ ചെയ്യാം. npm i. ഇൻസ്റ്റാൾ ആവട്ടെ. ഏതായി ബാക്കി സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അസറ്റ് വേണ്ട. app.csx ഉള്ള കോഡെല്ലാം കളഞ്ഞു. index.csx ഉള്ള കോഡെല്ലാം കളഞ്ഞു. app.jsx വന്നു. ഓക്കെ, പുതിയ രീതി ഫംഗ്ഷൻ എഴുതാം. കോൺസ്റ്റ് ആപ്പ് ഈക്വൽ ടു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ കമ്പോണന്റ് എഴുതാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി കമ്പോണന്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് ഒരു കമ്പോണന്റ് റാപ്പർ കമ്പോണന്റ്, അതിനകത്ത് വേറൊരു കമ്പോണന്റ് കാർഡ് കമ്പോണന്റ്, പിന്നെ വേറൊരു കമ്പോണന്റ് ബട്ടൺ കമ്പോണന്റ്. ഓക്കെ, റാപ്പർ കമ്പോണന്റിന് index.jsx, അതുപോലെ wrapper.css. കാർഡിന് അതുപോലെ index.jsx, അതുപോലെ card.css. ബട്ടൺ അതുപോലെ index.jsx, അതുപോലെ button.css. ഇവിടെ വരുന്നു import ./card.css കോൺസ്റ്റ് കാർഡിലെ ബട്ടൺ അല്ലേ, ബട്ടൺ ഈക്വൽ ടു റിട്ടേൺ ഒരു ബട്ടൺ, നോർമൽ ബട്ടൺ, എക്സ്പോർട്ട് ഡീപോർട്ട് ടെക്സ്റ്റ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോപ്പർട്ടി നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രോപ്സ് ആയിട്ട് വാങ്ങുന്നു. props.text ഇതിന് സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ട് ക്ലാസ് നെയിം btn കളർ വൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഓറഞ്ച് പോലത്തെ കളർ. ആഡിങ് 7 pixel 14 pixel. border radius 5 pixel. border box shadow 0 pixel 0 pixel 5 pixel. ഓക്കെ, ഒരു ബട്ടൺ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ബട്ടൺ. നമുക്ക് ബട്ടൺ ഒന്ന് കൊണ്ടുവരാം. ഇവിടെ വരുന്നു import ബട്ടൺ ഫ്രം /component/button. ഇവിടെ വരുന്നു ബട്ടൺ എഴുതുന്നു. നമ്മൾ അതിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന പേരിൽ നമ്മൾ എന്ത് പാസ് ചെയ്യുന്നു അതാണ് ബട്ടൺ എഴുതി കാണിക്കാം. കാര്യം ബട്ടണിലേക്ക് നമ്മൾ പ്രോപ്സ് പാസ് ചെയ്യുന്നത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് കാണിക്കാം. ഇതാണ് നമ്മുടെ ബട്ടൺ. ഓക്കെ, നമ്മൾ ബട്ടൺ കമ്പോണന്റ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബട്ടൺ. അങ്ങനെ കുറച്ച് ചെയ്യാം. കഴ്സർ പോയിന്റ് അതുപോലെ .btn ഫോർ. ഓക്കെ, ഇതാണ് ബട്ടൺ. ബട്ടൺ കമ്പോണന്റ് സെറ്റ് ആയി. ഓക്കെ, അപ്പം അത് കാർഡ് കമ്പോണന്റ്. അപ്പോൾ കാർഡ് കമ്പോണന്റിന് വേണ്ടി നമ്മൾ ഇവിടെ വരുന്നു import ./card.css const card equal to export default.
റിട്ടേൺ ഡോട്ട് കാർഡ്. ഓക്കെ, ഒരു IMG ടാഗ് ഉണ്ടാവും, അതുപോലെ ഒരു S2 ടാഗ്, ഒരു P ടാഗ്. ഓക്കെ, അതുപോലെ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബട്ടൺ ഉണ്ടാവും. തൽക്കാലത്തേക്ക് ഞാൻ ടെക്സ്റ്റ് വിട്ട് പാസ് ചെയ്യുന്നു. ഇതിനും പ്രോപ്സ് ഉണ്ട്. പ്രോപ്സ് ആയിട്ട് പ്രോപ്സ് ഡോട്ട് ഇമേജ് വാങ്ങുന്നു, പ്രോപ്സ് ഡോട്ട് ഹെഡിങ് വാങ്ങുന്നു, പ്രോപ്സ് ഡോട്ട് പാരഗ്രാഫ് വാങ്ങുന്നു. ഇതാണ് നമ്മുടെ കാർഡ് കമ്പോണന്റ്. ഓക്കെ, ഈ കാർഡ് കമ്പോണന്റ് തരിക. കാർഡ് വിട്ട് മാക്സ് വിട്ട് അല്ലാണ്ട് വിട്ട് 20%. പാഡിങ് 10 പിക്സൽ. കാർഡിനകത്തുള്ള ഇമേജ് വിട്ട് 100%. ഇതുപോലെ തന്നെ സ്റ്റാർ മാർജിൻ 0, ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ്. ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തു. അപ്പോൾ എല്ലാം സെറ്റ് ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ കാർഡ്. നമുക്ക് കാർഡിന് ബട്ടൺ വരെ കാർഡിന് ഇമ്പോർട്ട് ചെയ്യാം. എല്ലാം കാണാൻ വേണ്ടിയാണ്. നമ്മുടെ കാർഡിൽ നമുക്ക് ഒരു ബോക്സ് ആഡ് എടുക്കാം. ബട്ടൺ കൊടുത്ത പോലെ ബോക്സ് ആണ്. പിക്സൽ മാർജിൻ. ഓക്കെ, നമ്മൾ കാർഡിനകത്തേക്ക് നമുക്ക് പ്രോപ്സ് ഉണ്ട്. ഒന്നാമതാണ് ഇമേജ്. ഇമേജ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇമേജ് ഇല്ല. ഞാൻ ഇമേജ് എടുക്കാൻ പോവാണ്. ഇമേജ് കോപ്പി ചെയ്തു. നമ്മുടെ റിയാക്ട് കോൺടെക്സ്റ്റിന്റെ പബ്ലിക് ഫോൾഡറിലേക്ക് വെച്ച് നമുക്ക് ഇമേജ് വേണ്ടി വരുന്നു. നമ്മൾ ഇമേജ് ആണല്ലോ പോട്ടെ. ഷൂ 3 നമുക്ക് ഷൂ 3 മാറ്റി ഷൂ ആക്കാം. ഓക്കെ, ഇമേജ് ഒന്ന് കോപ്പി ചെയ്യാം. ബോർഡർ റേഡിയസ് 10 പിക്സൽ, ബോർഡർ റേഡിയസ് 5 പിക്സൽ. ഓക്കെ, ഇമേജ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ എന്തൊക്കെയാണോ പ്രോപ്സ് വാങ്ങുന്നത് അതിൽ പാസ് ചെയ്യാം. ഹെഡിങ് പാരഗ്രാഫ്. ഇതാണ് ഹെഡിങ്. അടുത്തത് പാരഗ്രാഫ്. ഇത്രയും പ്രോപ്സ് നമുക്ക് നമുക്കറിയാം. നമുക്ക് ലോവർ കേസ് കുറച്ച് കോപ്പി ചെയ്യാം. ഇതാണ് നമ്മുടെ കാർഡ്. ഓക്കെ, നമുക്ക് കാർഡിനെ ഒന്ന് സ്റ്റൈൽ ചെയ്തായിട്ടുണ്ട്. അപ്പോൾ ചെയ്യാം. H2P അല്ലേ, മാർജിൻ 3 പിക്സൽ 0. P ടാഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ കാർഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർഡ് സെറ്റ് ചെയ്തു ഇല്ലേ. അപ്പോൾ നമുക്ക് അടുത്തത് റാപ്പർ എന്ന് പറഞ്ഞ കമ്പോണ്ട്. റാപ്പർ എന്ന് പറഞ്ഞ കമ്പോണ്ട് വെച്ചാൽ നമുക്ക് ഈ കാർഡിനെ റാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പോണ്ടാണ്. ചുമ്മാ ഒരു കമ്പോണ്ട് ടേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വന്നിട്ട് ഡോട്ട് ഇമ്പോർട്ട് ഡോട്ട് സ്ലാഷ് റാപ്പർ ഡോട്ട് CSS റാപ്പർ റിട്ടേൺ റാപ്പർ. മാർജിൻ 5 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് കളർ വിഡ്ത്ത് 100%, പാഡിങ് 20 പിക്സൽ. ഇതാണ് റാപ്പർ കമ്പോണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ കാർഡിനെ റാപ്പറിലിടും. എന്നിട്ട് ഇവിടേക്ക് ഞാൻ റാപ്പറിനെ ഇമ്പോർട്ട് ചെയ്യും. import card from dot slash card. ഓക്കെ, നോക്കിയിട്ട് കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. മാറ്റാം. സെറ്റായി.
ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ റാപ്പർ എന്ന് പറയുന്ന ഒരു കമ്പൗണ്ട് എഴുതി. ഓക്കെ, ഈ റാപ്പർ എന്ന് പറഞ്ഞ കമ്പൗണ്ടിനകത്താണ് കാർഡ് എന്ന് പറഞ്ഞ കമ്പൗണ്ട് ഉള്ളത്. കാർഡ് എന്ന് പറഞ്ഞ കമ്പൗണ്ടിനകത്താണ് ഈ ബട്ടൺ എന്ന് പറഞ്ഞ കമ്പൗണ്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഞാൻ ഈ കാർഡിലേക്ക് അല്ലെങ്കിൽ ഈ കാർഡിലേക്ക് ബട്ടൺ കൊണ്ടുവന്നപ്പം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ബട്ടണിനകത്ത് കൊടുക്കേണ്ട ടെക്സ്റ്റ് എന്താണോ അത് ഞാൻ ഇവിടുന്ന് പാസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ റാപ്പറിനകത്ത് ഈ കാർഡിൽ വരേണ്ട ഡേറ്റ എന്താണോ അത് ഞാൻ ഇവിടുന്ന് പാസ് ചെയ്യുന്നില്ല. ഓക്കെ, എന്റെ ആവശ്യം വെച്ചാൽ എല്ലാം എനിക്ക് ആപ്പിൽ നിന്ന് പാസ് ചെയ്യണം. അപ്പൊ ഞാൻ എന്തായിരിക്കും ചെയ്യുക, ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ആവശ്യം വെച്ചാൽ ഈ ആപ്പിനകത്തുനിന്ന് ആ ബട്ടൺ ഇപ്പൊ നോക്കിയാൽ അതൊന്നുമില്ല, ഒന്നും ഞാൻ പാസ് ചെയ്യുന്നില്ല. അപ്പൊ ആ ബട്ടണിനകത്ത് വരേണ്ട ടെക്സ്റ്റ് അതെനിക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് അത് ആപ്പിൽ നിന്ന് എനിക്ക് പാസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഇപ്പൊ ബട്ടണിനകത്തുള്ള ടെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് വേണം ഞാൻ പാസ് ചെയ്യാൻ. അതൊക്കെ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, കാർഡ് കൊടുക്കുന്നിടത്ത് ഞാൻ ഡയറക്റ്റ് എഴുതി കൊടുക്കുന്നില്ല, പകരം അത് ഞാൻ നമ്മുടെ ആപ്പ് എന്താണോ ആപ്പിൽ നിന്നാണ് ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ആദ്യം ഇവിടുന്ന് ഡേറ്റ റാപ്പറിലേക്ക് പാസ് ചെയ്യണം. കാര്യം നമുക്ക് പ്രോപ്പായിട്ട് ഡേറ്റ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോപ്പായിട്ട് പാസ് ചെയ്യുമ്പോൾ പേരന്റിൽ നിന്ന് ചൈൽഡിലേക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആപ്പിന്റെ ചൈൽഡാണ് റാപ്പർ, റാപ്പറിന്റെ ചൈൽഡാണ് കാർഡ്, കാർഡിന്റെ ചൈൽഡാണ് ബട്ടൺ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഡേറ്റ ഈ ആപ്പിൽ നിന്ന് നമ്മുടെ ബട്ടണിൽ എത്തിക്കണമെങ്കിൽ ആദ്യം ഞാൻ ആപ്പിൽ നിന്ന് റാപ്പറിലേക്ക് പാസ് ചെയ്യണം, റാപ്പറിൽ നിന്ന് കാർഡിലേക്ക് പാസ് ചെയ്യണം, കാർഡിൽ നിന്ന് ബട്ടണിലേക്ക് പാസ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് ഞാൻ ഈ ആപ്പ്.js-ലാണ് റാപ്പർ ഉണ്ടാക്കുന്നത്. ഈ റാപ്പറിൽ നിന്നാണ്, ഈ ആപ്പിൽ നിന്ന് വേണം എനിക്ക് എല്ലായിടത്തേക്കും ഡേറ്റ പാസ് ചെയ്യാൻ. അങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ആപ്പിൽ നിന്ന് ഡേറ്റ റാപ്പറിലേക്ക് പാസ് ചെയ്യണം, റാപ്പറിൽ നിന്ന് കാർഡിലേക്ക് പാസ് ചെയ്യണം, കാർഡിൽ നിന്ന് ബട്ടണിലേക്ക് പാസ് ചെയ്യണം. എന്നാലേ ബട്ടണിൽ എഴുതി കഴിഞ്ഞ ടെസ്റ്റ് എനിക്ക് ഇതേ ഈ ആപ്പിൽ നിന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ 2 റാപ്പർ ഉണ്ടെങ്കിൽ രണ്ടിലും ഡിഫറെന്റ് ഐറ്റം വരണം. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? അമൽരാജ്, അമർജിത് ജിസ്റ്റോ, മുബാരിസ് നിറ്റോ, സൗരവ് സയ്യിദ്, മനസ്സിലായത്? അതെനിക്ക് ബട്ടണിലേക്ക് നമ്മുടെ ഒരു കമ്പൗണ്ടിനകത്ത് മറ്റൊരു കമ്പൗണ്ടിനകത്ത് വേറൊരു കമ്പൗണ്ട്, ആ രീതിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഇതുപോലെ ഇവിടെ പേരന്റിൽ നിന്ന് എനിക്ക് ചൈൽഡ് ബി എന്ന് പറയുന്ന ആവശ്യം ഇത് നമ്മുടെ എന്താണ്, നമ്മുടെ ബട്ടൺ ആണെന്ന് വെച്ചോ, ഇത് നമ്മുടെ ആപ്പ്, നമ്മുടെ ആപ്പിൽ നിന്ന് ഡേറ്റ ബട്ടണിലേക്ക് എത്തിക്കണം. ആദ്യം ആപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, റാപ്പറിലേക്ക് എത്തിക്കണം. ആപ്പിനകത്തേക്ക് ബട്ടൺ വന്നിരിക്കുന്നത് റാപ്പർ വഴിയാണ്, റാപ്പറിനകത്തേക്ക് ബട്ടൺ വന്നിരിക്കുന്നത് കാർഡ് വഴിയാണ്, കാർഡിനകത്ത് ബട്ടൺ ഒന്ന് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം റാപ്പറിലേക്ക് പാസ് ചെയ്യണം, അവിടുന്ന് കാർഡിലേക്ക് പാസ് ചെയ്യണം, എന്നിട്ട് ബട്ടണിലേക്ക് പാസ് ചെയ്യണം. പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, അമൽരാജ്, ബാക്കിയുള്ളവരോ? ഓക്കെ, സൗരവ് മനസ്സിലായോ? ഓക്കെ, നിറ്റോ? ഓക്കെ, നിറ്റോ, ഓക്കെ, ശ്രീജിത്ത്. ഓക്കെ, ഇപ്പൊ ഞാൻ പാസ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ ചെയ്യാൻ നോക്കാം, നമ്മൾ ബട്ടണിലേക്ക് ഡേറ്റ പാസ് ചെയ്യാൻ റാപ്പർ ചെയ്യുന്നത് ഇഷ്ടമുള്ള പേര് നമുക്ക് പ്രോപ്പറായിട്ട് പാസ് ചെയ്യാം. പാസ് ചെയ്യുന്നു എന്താ VTA ഈക്വൽ ടു ഞാൻ കൊടുക്കുന്നു ഗോ ടു. ഓക്കെ, ഇത് ഞാൻ റാപ്പറിൽ നിന്ന് പാസ് ചെയ്തു. റാപ്പറിൽ നിന്ന് പാസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരിക്കലും നമ്മുടെ ബട്ടണിൽ വരില്ല. ബട്ടണിൽ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അത് ഇവിടുന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ റാപ്പർ പോപ്സ് വാങ്ങിക്കും. അപ്പം ഈ കാർഡിനകത്താണ് ബട്ടൺ, അപ്പം എന്ത് ചെയ്യണം, അത് ഇവിടുന്ന് കാർഡിലേക്ക് പാസ് ചെയ്യണം. അപ്പം അവിടെ നിന്ന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഈക്വൽ ടു പ്രോപ്സ് ഡോട്ട് എന്ത് പേരിലാണോ പാസ് ചെയ്ത് അത് കൊടുക്കണം, .VTA. ഓക്കെ, ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം, ബട്ടണിലേക്ക് എത്തിക്കണം. ഇവിടെ ഓൾറെഡി പ്രോപ്സ് കിട്ടുന്നുണ്ട് അല്ലേ, നമ്മൾ VTA എന്ന് പറഞ്ഞ പ്രോപ്പ് വാങ്ങുന്നുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, props.VTA. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗോ ടു കിട്ടി. അപ്പൊ അടുത്തതിലേക്ക് എനിക്ക് വേറൊരു വാക്കാണ് എത്തിക്കേണ്ടത്, VTN ഈക്വൽ ടു ഡൗൺലോഡ്. ഓക്കെ, രണ്ടിലും 2 ടെക്സ്റ്റ്, ഇതിൽ ഗോ ടു ആയി, ഇതിൽ ഡൗൺലോഡ് ആയി. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല, ഗോ ടു മാത്രം കൊടുത്താൽ മതി. ഗോ ടു ഇത് ഡൗൺലോഡ്. ഓക്കെ, ഇതുപോലെ എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം, എനിക്ക് 2 ഇമേജ് വരണം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വേറെ ഇമേജ് കൂടെ സെലക്ട് ചെയ്താൽ issue 1 issue 2 ആക്കാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ shoe1.jpg പാസ് ചെയ്യുന്നു. അതിന് ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കാർഡിലാണ് ആ ഇമേജ് കാണിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കാർഡിലേക്ക് പാസ് ചെയ്യണം. ഇമേജ് ഈക്വൽ ടു props.image. കാര്യം നമ്മൾ കാർഡിനകത്ത് ഇമേജ് എന്ന് പറഞ്ഞ പേരിൽ അതിനെ റിസീവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവിടെ കിട്ടിക്കോളൂ. നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ ഔട്ട്പുട്ട് വന്നു, രണ്ടാമത്തേൽ വരണമെങ്കിൽ ഇവിടുന്ന് ഇമേജ് ഈക്വൽ ടു shoe2.jpg ഇങ്ങനെ പാസ് ചെയ്യണം. ഓക്കെ, ഇനി ടെക്സ്റ്റ് പാസ് ചെയ്യണമെങ്കിൽ എന്താ, ഇവിടുന്ന് ഇതേപോലെ തന്നെ ഹെഡിങ് ഈക്വൽ ടു
നൈക്കി ഷൂ, ഇവിടുന്ന് ഹെഡിങ് ഈക്വൽ ടു ക്യാൻവാസ് സൂപ്പർ, ചുമ്മാ പേര് ഓക്കെ. അപ്പൊ അതിവിടെ കാണിക്കില്ല. അതിവിടെ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റാപ്പറിൽ നിന്ന് ആപ്പിൽ നിന്ന് റാപ്പറിലേക്ക് പാസ് ചെയ്തു, റാപ്പറിൽ നിന്ന് കാർഡിലേക്ക് പാസ് ചെയ്യണം അല്ലേ? അപ്പൊ റാപ്പറിൽ ഇവിടെ കിട്ടും, ഇവിടുന്ന് കാർഡിലേക്ക് പാസ് ചെയ്യണം. ഹെഡിങ് ഈക്വൽ ടു ടോപ്സ് ഡോട്ട് ഹെഡിങ്. നമ്മൾ കാർഡിനകത്ത് ഓൾറെഡി അത് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് കാർഡിനകത്ത് കിട്ടിക്കോളും അതെ. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം നോക്കാം, ഒരു പാരഗ്രാഫ് പാസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി പാരഗ്രാഫ് ഇനി എന്ത് ചെയ്യണം? റാപ്പറിൽ പോയിട്ട് ഇവിടെ അത് സെറ്റ് ചെയ്യണം. പാരഗ്രാഫ് ടോപ്സ് ഡോട്ട് പാരഗ്രാഫ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇപ്പൊ അവിടെ സാധനം കിട്ടി. അതായത് ഇവിടെ നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള പേരന്റിൽ നിന്ന് അതിന്റെ ചൈൽഡിന്റെ സൈഡിലേക്ക് ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആവശ്യമില്ലാതെ ആദ്യം റാപ്പറിലേക്ക് പാസ് ചെയ്യണം, റാപ്പറിൽ നിന്ന് കാർഡിലേക്ക് പാസ് ചെയ്യണം ഇല്ലേ? ഇപ്പൊ കാർഡിലുള്ളതെല്ലാം അവിടെ കാണിച്ചു. ഇനി കാർഡിനകത്ത് ഉള്ള വേറൊരു കമ്പൗണ്ടിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ കാർഡിൽ നിന്ന് ബട്ടണിലേക്ക് പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ആക്ച്വലി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ബട്ടനകത്ത് വന്നിരിക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ബട്ടനകത്ത് വന്നിരിക്കുന്ന ടെക്സ്റ്റ് നമ്മൾ ഒരു ആവശ്യമില്ലാതെ റാപ്പറിലേക്ക് പാസ് ചെയ്തു, റാപ്പറിൽ നിന്ന് കാർഡിലേക്ക് പാസ് ചെയ്തു, കാർഡിൽ നിന്ന് ബട്ടണിലേക്ക് പാസ് ചെയ്തു. ആക്ച്വലി നമ്മൾ ആ റാപ്പറിനകത്തോ കാർഡിനകത്തോ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല, ബട്ടണിൽ കാണിച്ചാൽ മതി. പക്ഷെ നമുക്ക് ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കാര്യം എന്താ? ഇവിടെ നമ്മുടെ പ്രോപ്പ് വന്നിരിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്പൗണ്ട് ട്രീ, അത് കമ്പൗണ്ട് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു കമ്പൗണ്ട്, അതിനകത്ത് മറ്റൊരു കമ്പൗണ്ട്, അതിനകത്ത് വേറൊരു കമ്പൗണ്ട്, അതിനകത്ത് വേറൊരു കമ്പൗണ്ട്, ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള ഒരു കമ്പൗണ്ടിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ഒരു കമ്പൗണ്ടിലേക്ക് ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ ആദ്യം ആ കമ്പൗണ്ടിനകത്തുള്ള കമ്പൗണ്ടിലേക്ക് പാസ് ചെയ്യണം, പിന്നെ അതിനകത്തുള്ള കമ്പൗണ്ടിലേക്ക് പാസ് ചെയ്യണം, എന്നിട്ടേ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ എത്തിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ എത്തിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വലിയ കമ്പൗണ്ട് ആണെങ്കിൽ വെറുതെ നമ്മൾ ആപ്പിൽ നിന്ന് റാപ്പറിലേക്ക് പാസ് ചെയ്തു, റാപ്പറിൽ നിന്ന് കാർഡിലേക്ക് പാസ് ചെയ്തു, കാർഡിൽ നിന്ന് ബട്ടണിലേക്ക് പാസ് ചെയ്തു, ഇങ്ങനെ പാസ് ചെയ്ത് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന പോലെ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഒരാവശ്യമില്ലാതെ വെറുതെ നാവ് ബാറിലേക്കും സൈഡിലേക്കും ഒക്കെ പാസ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ നമ്മളിപ്പോൾ റാപ്പറിലേക്കും അല്ലെങ്കിൽ നമ്മുടെ കാർഡിലേക്കും ഒക്കെ പാസ് ചെയ്ത പോലെ. അപ്പം ഇങ്ങനെ അല്ലാതെ നമുക്ക് ഡയറക്റ്റ് പാസ് ചെയ്യാൻ ഒരു വഴി ഉണ്ടെങ്കിൽ അതല്ലേ എളുപ്പം. അതായത് നമ്മൾ പേരന്റിൽ നിന്ന് ഏത് കമ്പൗണ്ടിലേക്കാണോ പാസ് ചെയ്യേണ്ടത് അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് പാസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന അടുത്ത ഹുക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ഒരു പേരന്റിൽ നിന്ന് ചൈൽഡിലേക്ക് മാത്രമേ പ്രോപ്സ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു പേരന്റിൽ നിന്ന് ഡയറക്റ്റ് ചൈൽഡിലേക്ക്, അപ്പൊ ആ ചൈൽഡിനകത്തുള്ള വേറെ ചൈൽഡിനകത്തൊക്കെയാണ് ഈ ഡേറ്റ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് പ്രോപ്പ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യമില്ലാതെ അതിനിടയ്ക്കുള്ള ചൈൽഡുകളിലേക്ക് എല്ലാം പാസ് ചെയ്ത് പോകണം. അങ്ങനെ നമുക്ക് ഡേറ്റ പാസ് ചെയ്ത് നമുക്ക് എവിടെയാണ് എത്തിക്കേണ്ടത് അവിടേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അല്ലാതെ ഡയറക്റ്റ് ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഹുക്കാണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തത് ബുദ്ധിമുട്ടിയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ട് ചോദിക്കും. ഓക്കെ, ബാക്കിയുള്ളവരോ? അത് കാർഡിനകത്ത് ഇമേജ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കാര്യം ചെയ്തേ, നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് നമ്മൾ വീഡിയോ ഇല്ലേ അതൊന്ന് ക്രിയേറ്റ് ചെയ്തേ. റാപ്പറിനകത്ത് കാർഡിനകത്ത് ഇമേജ്. ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ഒരു ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ ഫസ്റ്റ് ലെറ്റർ ഗ്യാപ്പിലായിരിക്കും. ഇത് കമ്പൗണ്ട് ആണ് ആക്ച്വലി. ആപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആപ്പ് എന്ന് പറഞ്ഞാൽ കമ്പൗണ്ട് ഉണ്ട്. നമ്മുടെ ആപ്പ് നമുക്ക് ആപ്പിൽ നിന്ന് നമുക്ക് ഈ ബട്ടണിലേക്ക് ഡേറ്റ എത്തിക്കണം. ഓക്കെ, ഈ ആപ്പിനകത്ത് ഡയറക്റ്റ് ബട്ടൺ കണ്ടു ചെയ്തിട്ടില്ല ഇല്ലേ? ബട്ടണിലേക്ക് ഡേറ്റ എത്തിക്കണം. നമ്മുടെ ഗോറ്റു മാത്രം ആലോചിക്കാം. നമ്മൾ ആദ്യമേ നമുക്ക് ഇവിടെ റാപ്പർ എന്ന് പറഞ്ഞ കമ്പൗണ്ട് ഉള്ളൂ. നമ്മൾ ആദ്യം റാപ്പറിലേക്ക് പാസ് ചെയ്യണം, അവിടുന്ന് കാർഡിലേക്ക് പാസ് ചെയ്യണം ഇല്ലേ? എന്നിട്ട് അവിടുന്ന് ബട്ടണിലേക്ക് പാസ് ചെയ്യണം, എന്നിട്ടാണ് ബട്ടൺ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം ഇങ്ങനെ നമ്മൾ പാസ് ചെയ്യേണ്ടി വരും.
അല്ലേ? ഇതിന് പകരം നമുക്ക് ഡയറക്റ്റ് ബട്ടണിലേക്ക് ഇതിനെ പാസ് ചെയ്യാൻ പറ്റും. അത് ആപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ബട്ടണിലേക്ക് പാസ് ചെയ്യാൻ പറ്റിയാൽ ഇതിനിടയ്ക്കുള്ള റാപ്പറിലേക്ക് പാസ് ചെയ്യുന്നതും ഇല്ലേ കാർഡിൽ നിന്ന് പാസ് ചെയ്യുന്നതും നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കോണ്ടെക്സ്റ്റ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് കോണ്ടെക്സ്റ്റ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഹലോ, ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ ചോദിക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഡൗട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ 2-3 സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ആ സ്റ്റെപ്പ് മനസ്സിലാക്കി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഹുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ ഇവിടെ വരിക, നമ്മുടെ SRC വരിക, എന്നിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, കോണ്ടെക്സ്റ്റ്. ഓക്കെ, നമ്മൾ ഒരു ആപ്പിൽ തന്നെ ഒരുപാട് കോണ്ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിനകത്ത് വന്നിട്ട് നമ്മൾ കൊടുക്കാൻ പോവാണ് ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ഡോട്ട് JS ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഐക്കണിട്ട് ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ഡോട്ട് JS. ഓക്കെ, എന്നിട്ട് ഈ ഫയലിനകത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വരിക, ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ റിയാക്റ്റിൽ ഇമ്പോർട്ട് ചെയ്യാം, ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ്. ഇതുപോലെ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആദ്യം ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യാം. ഇഷ്ടമുള്ള പേര് കൊടുക്കുക ഈ ഫയലിൽ. നമ്മുടെ ആപ്ലിക്കേഷൻ അത് ഒരുപാട് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു റാപ്പർ മതി. നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു ആവശ്യത്തിന് അറിയത്തില്ല ഉപയോഗിക്കുക. നമ്മൾ ഈ തീമൊക്കെ ഇപ്പോൾ ലൈറ്റ് ഡാർക്ക് എന്നൊക്കെ പറഞ്ഞുള്ള തീം എല്ലാ കമ്പനിലും എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കുക. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ എക്സാമ്പിൾ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് വന്നിട്ട് എക്സ്പോർട്ട് കോൺസ്റ്റ്, പുതിയൊരു കോണ്ടെക്സ്റ്റ് അവിടെ കൊടുക്കുന്നു ഫസ്റ്റ് കോണ്ടെക്സ്റ്റ്. ഇതിന്റെ നമ്മൾ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പോർട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പം ഇവിടെ എക്സ്പോർട്ട് കോൺസ്റ്റ് ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ഒരു ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ ഫസ്റ്റ് ലെറ്റർ ഗ്യാപ്പിലായിരിക്കണം. ഇത് കമ്പൗണ്ട് ആണ് ആക്ച്വലി. ഈക്വൽ ടു നമ്മൾ ഈ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റിനെ കോൾ ചെയ്യാം. അതായത് ഈ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാം, ഇവിടെ വന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്തു കോൺസ്റ്റ് ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് വരാൻ പോകുന്നത് പുതിയൊരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കമ്പൗണ്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇതിന് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുത്തത്. എന്നിട്ട് നമുക്ക് മറ്റ് ഫയലുകൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എക്സ്പോർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ എക്സ്പോർട്ട് കോൺസ്റ്റ് ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്ത കോണ്ടെക്സ്റ്റിനെ നമ്മൾ ഈ ഒരു ഫയലിൽ ഉപയോഗിക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരിട്ട് പറയുക ഇമ്പോർട്ട് ഫസ്റ്റ് കോണ്ടെക്സ്റ്റ്. നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് നെയിം എക്സ്പോർട്ട് ആണ്, ഡിഫോൾട്ട് എക്സ്പോർട്ട് അല്ല. കാര്യം ഇവിടെ ഒന്നിൽ കൂടുതൽ കോണ്ടെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അതിനെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ആവശ്യം എന്താ, നമ്മുടെ റാപ്പർ എന്ന് പറഞ്ഞ കമ്പൗണ്ടിനകത്തുള്ള കാർഡ് എന്ന് പറഞ്ഞ കമ്പൗണ്ടിനകത്തുള്ള ബട്ടണിലേക്ക് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ ക്രിയേറ്റ് വെച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതിനെ അങ്ങ് റാപ്പ് ചെയ്യാം. അതായത് ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ഓക്കെ ഡോട്ട് കൊടുക്കുക, എന്നിട്ട് പ്രൊവൈഡർ. അപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, പ്രൊവൈഡർ എന്ന് പറഞ്ഞ കമ്പൗണ്ട്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റ് വെച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡർ എന്ന് വിളിച്ചാൽ മതി. അതൊരു കമ്പൗണ്ട് ആക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്കാണോ പാസ് ചെയ്യേണ്ടത് നമ്മൾ ആയി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ റാപ്പർ എന്ന് പറഞ്ഞ കമ്പൗണ്ട് ഈ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിനുള്ളിലായി മാറി. ഓക്കെ, ഇങ്ങനെ ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ വെച്ചാൽ ഈ കോണ്ടെക്സ്റ്റിലേക്ക് വാല്യൂ എന്ന് പറയുന്ന ഒരു പ്രോപ്പ് കൊടുക്കാം. ഓക്കെ, വാല്യൂ ഈക്വൽ ടു, എന്നിട്ട് നമുക്ക് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പാസ് ചെയ്യുന്നോ അത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡർ എന്ന് പറയുന്ന ഈ ഒരു റാപ്പിഡ് കമ്പൗണ്ടിനകത്ത് കിടക്കുന്ന എല്ലാ കമ്പൗണ്ടിലും ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് ഇതിനെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റാപ്പർ അതിനകത്താണ് കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ റാപ്പറിനകത്തുള്ള കാർഡും റാപ്പറിനകത്തുള്ള ബട്ടണും എല്ലാം ഇപ്പോൾ ഇതിനകത്ത് തന്നെയാണ് കിടക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പാസ് ചെയ്യുന്നു നെയിം ഈക്വൽ ടു ചുമ്മാ അപ്ലോഡ് ഇമേജ് നോക്കി. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ റാപ്പറിനകത്തുള്ള എല്ലാ കമ്പൗണ്ടിലും പോയിട്ട് ഡയറക്റ്റ് അതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്താൽ എന്താ, നമ്മൾ ആദ്യമേ ഇവിടെ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. എന്നിട്ട് നമ്മൾ ആ കോണ്ടെക്സ്റ്റിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ കമ്പൗണ്ടിലെ അതായത് നമ്മുടെ റാപ്പർ എന്ന് പറഞ്ഞ കമ്പൗണ്ടിനെ ഈ കോണ്ടെക്സ്റ്റ് വെച്ച് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ റാപ്പറിനകത്തുള്ള എല്ലാ കമ്പൗണ്ടിലേക്കും ഈ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ഡാറ്റ പാസ് ചെയ്യാം. എവിടെ പാസ് ചെയ്താൽ മതി, ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞ് പാസ് ചെയ്താൽ മതി. ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞ് പാസ് ചെയ്യാൻ ഡാറ്റ ഇനി റാപ്പറിനകത്തുള്ള എല്ലാ കമ്പൗണ്ടിലും നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ നോക്കാം. അപ്പോൾ എങ്ങനെ ചെയ്തു, പിന്നെ ഞാൻ ചെയ്യുന്നില്ല, ഇവിടെ ഞാൻ ഗോ ടു എന്ന് പറഞ്ഞിട്ട് ബട്ടണിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നില്ല. നമ്മുടെ റാപ്പർ വന്നിട്ട് ഇവിടുന്ന് ബട്ടണിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നില്ല, കാർഡിൽ നിന്ന്. എന്നിട്ട് കാർഡിനകത്ത് ബട്ടണിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ആക്ച്വലി ഇത് ഇങ്ങനെ ഇരിക്കും, ബട്ടണിനകത്ത് ഡാറ്റ ഇല്ല, കണ്ടോ. പക്ഷേ നമ്മൾ ബട്ടണിനകത്തേക്ക് പാസ് ചെയ്യുന്ന ഡാറ്റയാണ് ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞ് പാസ് ചെയ്തേക്കുന്നത്. ഈ വാല്യൂ എന്ന് പറഞ്ഞ് പാസ് ചെയ്യുന്ന സാധനം എനിക്ക് ബട്ടണിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്കറിയാം ഈ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡറിനകത്ത് റാപ്പർ ഉണ്ട്, ആ റാപ്പറിനകത്ത് കാർഡ് ഉണ്ട്, കാർഡിനകത്ത് ബട്ടൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡറിന്റെ ഒരു ചൈൽഡ് തന്നെയാണ് ബട്ടൺ അല്ലേ. കാര്യം ഈ ബട്ടൺ കിടക്കുന്ന ഇവിടെ റാപ്പറിനകത്ത്, റാപ്പർ കിടക്കുന്ന ഇവിടെ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡറിനകത്ത്. അപ്പോൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന സാധനം നമുക്ക് ആ ഒരു ബട്ടണിൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അതെങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ബട്ടണിലേക്ക് വരിക. ഓക്കെ, എന്നിട്ട് ബട്ടണിലേക്ക് വന്നിട്ട് നമ്മൾ ബട്ടണിൽ ഇനി നമ്മൾ അവിടുന്ന് പാസ് ചെയ്ത വാല്യൂ എടുക്കണമെങ്കിൽ ഇവിടെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ്, അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് വേഴ്സ് ആണ് ഇമ്പോർട്ട് ചെയ്യണം, അതാണ് യൂസ് കോണ്ടെക്സ്റ്റ്. ട്രിക്കിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇങ്ങനെ ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇതിന് ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഇല്ല, റിയാക്ട് പറഞ്ഞിരുന്നത് നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ ചെയ്യാനുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ ഹുക്ക് നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ വരിക, എന്നിട്ട് കോൺസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട്
ഡാറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂസ് കോൺടാക്ട്സിനെ ഇവിടെ കോൾ ചെയ്യുക, അതിലേക്ക് ഫസ്റ്റ് കോൺടാക്ട് പാസ് ചെയ്യാം. ഓക്കെ, യൂസ് കോൺടാക്ട് നമ്മളിവിടെ കോൾ ചെയ്തു, അതിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കോൺടാക്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വാല്യൂ എന്ന് പറഞ്ഞ് പാസ് ചെയ്തേക്കുന്ന എല്ലാ സാധനവും ഈ ഡാറ്റയിൽ വരും. അതായത് ഞാൻ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് കാണാം. ആ ഒബ്ജക്റ്റ് പറഞ്ഞാൽ നെയിം അപ്ലോഡ് എന്ന് കിട്ടും. അതായത് ഞാൻ ഇവിടുന്ന് പാസ് ചെയ്തേക്കുന്ന ആ വാല്യൂ ഈ റാപ്പറിനകത്തുള്ള എല്ലാ കമ്പൗണ്ടുകളിലും നമുക്ക് കിട്ടും. അത് റിസീവ് ചെയ്യണമെങ്കിൽ അത് എവിടെയാണ് റിസീവ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് യൂസ് കോൺടാക്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ എന്ന് പറയും. ഇനി ഇവിടെ എന്ത് ചെയ്യേണ്ട, പ്രോപ്സ് ഡോട്ട് ടെക്സ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം ഡാറ്റ ഡോട്ട് നമ്മൾ എന്ത് പേരിലാണോ പാസ് ചെയ്ത് ആ പേര് കൊടുക്കുക. നെയിം എന്ന് പറഞ്ഞാൽ പാസ് ചെയ്തത് ഡോട്ട് നെയിം എന്ന് കൊടുത്താൽ നമുക്കിവിടെ കിട്ടി. അതായത് നമുക്കിനി എന്ത് ചെയ്യേണ്ട, നമുക്കിനി ആപ്പിൽ നിന്ന് റാപ്പറിലേക്ക് പാസ് ചെയ്ത്, റാപ്പറിൽ നിന്ന് കാർഡിലേക്ക് പാസ് ചെയ്ത്, കാർഡിൽ നിന്ന് ബട്ടണിലേക്ക് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വെറുതെ റാപ്പ് ചെയ്ത് പാസ് ചെയ്ത് വിട്ടാൽ ഈ റാപ്പറിനകത്തുള്ള എല്ലാ കമ്പൗണ്ട്, അത് കാർഡിൽ കിട്ടും, ബട്ടണിലും കിട്ടും, എല്ലാ റാപ്പറിനകത്തും കിട്ടും. ഏത് കമ്പൗണ്ട് ഉണ്ടോ അതിനകത്തെല്ലാം നമുക്ക് ഡാറ്റ കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് യൂസ് കോൺടാക്ട് വെച്ച് കണക്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ആ ഒരു കാർഡിലേക്കും പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാർഡ് വന്നിട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റാപ്പറിൽ നിന്ന് പാസ് ചെയ്ത് അവിടുന്ന് കാർഡിലേക്ക് പാസ് ചെയ്ത് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇപ്പം തൽക്കാലം അത് ചെയ്യണ്ട. ആ ബട്ടണിലേക്ക് പാസ് ചെയ്താണ്ടോ നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ ഈ ഒരു ഇമേജ് കാണുന്ന പോലെ നമ്മൾ ആദ്യം നമ്മുടെ ആപ്പിൽ നിന്ന് നമ്മുടെ റാപ്പറിലേക്ക് പാസ് ചെയ്ത്, റാപ്പറിൽ നിന്ന് കാർഡിലേക്ക് പാസ് ചെയ്ത്, കാർഡിൽ നിന്ന് ബട്ടണിലേക്ക് പാസ് ചെയ്തില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം വന്നിട്ട് നമ്മുടെ പേരന്റ്, അതായത് നമ്മുടെ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ബട്ടണിലേക്ക് പാസ് ചെയ്തു. അതായത് നമ്മുടെ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞ കീഴിൽ ഒബ്ജക്റ്റ് തന്നെ കൊടുക്കണം. നമ്മൾ ഈ ആപ്പിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ബട്ടണിലേക്ക് പാസ് ചെയ്തു. ഇവിടെ ഓപ്ഷൻ ആവശ്യമില്ല. ഇങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് കോൺടാക്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായത്? യൂസ് കോൺടാക്ട് ചെയ്തൊക്കെ മനസ്സിലാവും. 3 സ്റ്റെപ്പേ ഉള്ളൂ. പാസ് അതുപോലെ തന്നെ ഫോളോ നമ്മൾ ചെയ്യാം. അത് കാർഡ് കൊടുക്കുക, കാർഡിനകത്ത് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ബട്ടണിലേക്ക് ഡാറ്റ എത്തിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യമേ അത്രയും ചെയ്തേ, കമ്പൗണ്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തേ. നിങ്ങൾ ഓരോന്ന് കാണിച്ച് ചെയ്യാം. കമ്പൗണ്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി.